സതീശൻ ബിന്ദു എന്ന അവരുടെ കുടുംബം ആത്മഹത്യയുള്ള ഏറ്റവും കാരണം നമ്മുടെ SBI SME ബ്രാഞ്ച് മാനേജർ ഉൾപ്പെടെയുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് ഈ കുടുംബം ആത്മഹത്യയിലോട്ട് പോയത്. കാരണം 2010 മുതൽ ഈ കുടുംബം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 60 ലക്ഷം രൂപയാണ് ഈ ബാങ്ക് ആദ്യം മറ്റേ ലോൺ കൊടുത്തിട്ടുള്ളത്. 2016 ആയപ്പം 16 രൂപ കറക്റ്റ് അടച്ചു വന്ന ഒരു കരാറുകാരനാണ് സതീശൻ. ആ സതീശൻ 2016 ആയപ്പോഴത്തേക്കും അദ്ദേഹം BP അടിച്ച് ഒരു സൈഡ് തളർന്ന് കിടപ്പിലായിപ്പോയി. അങ്ങനെ ശ്രീചിത്രയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് ബാങ്കുകാർ ഇവരെ കുടുംബത്തെ വന്ന് കാണുകയും പൈസ അടയ്ക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇയാൾ വെച്ചിരുന്ന വസ്തുവിന് പ്രോപ്പർട്ടി വാല്യൂ ഉള്ളതിനാൽ വീണ്ടും കൊറോണ സമയത്ത് 50 ലക്ഷം രൂപയുടെ പാസ്സാക്കി കൊടുത്തു. കരാറുകാരൻ്റെ പണിയുടെ എസ്റ്റിമേറ്റ് ഒന്നും ഇല്ലാതെയാണ് ഒരു പാസ്സാക്കി കൊടുത്തത്. 20 ലക്ഷം രൂപ 20 ലക്ഷം രൂപ മുദ്ര ലോണായിട്ടും 20 ലക്ഷം രൂപ പേഴ്സണൽ ലോണുമായിട്ട് 10 ലക്ഷം രൂപ വേറെ ഏത് വകയിരുത്തി അവർ 50 ലക്ഷം രൂപയുടെ വീണ്ടും പാസ്സാക്കി കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം 1,10 ലക്ഷം രൂപ കടക്കാരനായി. എന്നിട്ട് ഈ 60 ലക്ഷം രൂപയുടെ പലിശ 60,000 രൂപയും ഈ 50 ലക്ഷത്തിൻ്റെ പലിശ 50,000 വെച്ച് 1,04,000 വെച്ച് മാസം തോറും ഏകദേശം 10-40 മാസം പിടിച്ച് അവർ തന്നെ തിരിച്ചു പിടിച്ചു. അങ്ങനെ ഈ കുടുംബത്തെ 1,10,00,000 കടത്തിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം വീണ്ടും ബാങ്കുകാർ വന്നപ്പോഴത്തേക്കും പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഇദ്ദേഹം പല ആളുകളെ നിന്നും വീട് വരെ കടപ്പെടുത്തി 10-15 ലക്ഷം വീടും കൊണ്ട് കടപ്പെടുത്തി എല്ലാം ബാങ്കിന് അടച്ചു. പല കരാറുകാരെ ഞങ്ങളുടെ സംഘടനയിൽ വന്ന് തിരുവനന്തപുരം നഗരസഭയുടെ കരാറുകാരുടെ സംഘടനയിൽ വന്ന് പറയുകയും ഞങ്ങളും കുറേ പൈസ എല്ലാം കൊടുത്ത് എല്ലാം അദ്ദേഹം പലിശയായിട്ടാണ് ബാങ്കിൽ കൊണ്ട് അടച്ചത്. അതിനുശേഷം ഇതിന് നിവർത്തിയിൽ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ബാങ്കിനോട് പറഞ്ഞു, എൻ്റെ കൂടെ ഇനി നിവർത്തിയില്ല, ഈ പൈസ നിങ്ങൾ വസ്തു വിറ്റ് ഞാൻ അടയ്ക്കാനേ നിവർത്തിയുള്ളൂ എന്ന് പറയുകയും തമ്പലം സമാജത്തിൻ്റെ അംഗമായിരുന്ന സതീശനും ബിന്ദുവായിട്ട് സമാജത്തിലൊരു പേപ്പർ തരികയും ചെയ്തു. അങ്ങനെ തമ്പലം സമാജത്തിൻ്റെ പ്രസിഡൻ്റായ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ പോയി കണ്ട് ഈ ബാങ്കുകാരോട് ഞാൻ പറയുകയും 1,73,00,000 രൂപ പുതിയ ലോണായിട്ട് ഇവർ ചാർജ് ഷീറ്റ് വാങ്ങുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ചെയ്യുന്ന തെറ്റാണത് സാർ, ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് പറയിട്ട് ഇവർ അംഗീകരിക്കുകയും ചെയ്തില്ല. അതിനുശേഷം ഞാൻ സതീശൻ്റെയും ബിന്ദുവിൻ്റെയും ഈ കംപ്ലീറ്റ് ബാങ്ക് ലോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും ബാങ്ക് ലോൺ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അത് പരിശോധിച്ച് ഒരു അഡ്വക്കേറ്റ് പരിശോധിച്ചപ്പോഴത്തേക്കും 1,54,00,000 രൂപ സതീശൻ ഈ ബാങ്കിൽ പൈസ അടച്ചിട്ടുള്ളതായിട്ട് തെളിഞ്ഞു. ആ സാഹചര്യത്തിൽ ഉടൻ തന്നെ ബാങ്കിനൊരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യുകയും 1,10,00,000 രൂപ ബാങ്ക് അതിന് ഹൈക്കോടതിയിൽ നിന്ന് ആ ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് സതീശനെ ബിന്ദുവിനെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ സെറ്റിൽമെൻറ്റാക്കി 1,10 അടയ്ക്കാൻ അവകാശപ്പെടുകയും ചെയ്തു. 1,10 അടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. 2 പ്രോപ്പർട്ടി അദ്ദേഹത്തിനുള്ളൂ. 2 പ്രോപ്പർട്ടിയും ബാങ്കിൻ്റെ കൈവശമാണ്. അതിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. വീണ്ടും ഞങ്ങൾ വീണ്ടും കേസിട്ട് 490 രൂപ 2023 വീണ്ടും നമ്മൾ എറണാകുളം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ് സതീശൻ്റെ പേര്. വീണ്ടും കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും ആ കേസിന് ഈ ബാങ്ക് ആ 490 അല്ല കേസ്, അത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബാങ്ക് 515 നമ്മുടെ പുതിയ പ്രത്യേകം കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. അതിനുശേഷം ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തിരിച്ച് ആ കേസിലൊന്നും അറ്റൻഡ് ചെയ്യാതെ തിരുവനന്തപുരത്തിൽ നിന്നും സർഫാസി ആക്ട് പ്രകാരം സതീശൻ്റെ കുടുംബത്തിനെ ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കുകയും ആ നോട്ടീസ് കിട്ടിയ അനുസരിച്ച് വീണ്ടും നമ്മൾ ട്രിബ്യൂണലിനെ സമീപിക്കുകയും അങ്ങനെ 6 മാസത്തേക്ക് തൽക്കാലം സ്റ്റേ കിട്ടുകയും ചെയ്തിട്ടുള്ളതുമാണ്. അതിനുശേഷം വീണ്ടും ബാങ്ക് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നിന്ന് വീണ്ടും സർഫാസി ആക്ട് പ്രകാരം വാങ്ങുകയും ഇവിടെ ജപ്തി ചെയ്യാൻ വരുന്നൊരു സാഹചര്യവും ഉണ്ടായി. സർഫാസി ആക്ട് പ്രകാരം ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ബാങ്ക് രണ്ടാമത് 1,83,00,000 രൂപയ്ക്ക് സതീശൻ്റെ പേരിന് കേസിടുകയും ഇപ്പോൾ നിലവിൽ 2,30,00,000 രൂപ അടയ്ക്കണമെന്നാണ് ബാങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് PSTB സമാജം ചെയർമാൻ വിഷ്ണു ചന്ദ്രശേഖരൻ മൊത്തം സമാജത്തിലെ ആളുകളെയും വിളിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിലുള്ള ഈ നമ്മുടെ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഉപരോധം സംഘടിപ്പിക്കുകയും 81 ലക്ഷം രൂപ 80 ലക്ഷം രൂപ അടയ്ക്കാമെന്ന് വാക്കാൽ പറയുകയും
ഇത് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന് ചെയർമാൻ അവകാശപ്പെടുകയും ചെയ്തിട്ട് പോലും ഈ ബാങ്ക് ഒരു കാര്യവും സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ പേപ്പർ കൊടുത്തിട്ടുള്ളതാണ്. നിർമ്മലാ സീതാരാമന് പേപ്പർ കൊടുത്തിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് വരെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ വിഷയം. ഇപ്പം ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത കണ്ടീഷനാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബവും എങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. എന്നാലും ഇന്നലെ രാത്രി അദ്ദേഹവും അതിൻ്റെ ഭാര്യയും ആത്മഹത്യ ചെയ്ത ഒരു പ്രവണതയിലേക്കാണ് വന്നെത്തിയിട്ടുള്ളത്.